നമസ്കാരം. ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എഴുതിയതിന് കുമാരനാശാനെ കുയിൽ കുമാരൻ എന്ന് വിളിച്ചതുപോലെ ആ സഖാവച്ചനെ ഇനി മുതൽ ഡാഷ് അച്ഛൻ എന്ന് വിളിക്കുന്നതിൽ വല്ല കുറ്റവുമുണ്ടോ? പതിരും കതിരും. എടോ നിക്കോദിമോസെ ഡാഷ് മോനെ എന്ന പ്രശസ്തമായ വിളിയിലൂടെ മുന്തിയ ഇനം വിപ്ലവകാരിയായി മാറിയ ഫാദർ മാത്യൂസ് വാഴക്കുന്നത്തെ സഭാ ചുമതലകളിൽ നിന്നും മാറ്റി. എടോ ഗോപാലകൃഷ്ണ എന്ന് പണ്ട് പിണറായി വിജയൻ ഒരു പത്രാധിപരെ നീട്ടി വിളിച്ചതിന് ശേഷം വളരെ ഇമ്പമായി തോന്നിയ ഒരു വിളിയായിരുന്നു അത്. പിണറായിയെ രക്ഷകനായി സ്വീകരിച്ച് വീണ്ടും ജനിച്ച ക്രിസ്ത്യാനിയായി മാറിയ പാതിരിയാണ് വാഴക്കുന്നമച്ചൻ. ഒരു സഖാവച്ചൻ ആവശ്യം വേണ്ട എല്ലാ ജനിതക വിശേഷവും ആർജിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നിലയ്ക്കൽ ഭദ്രാസനാധിപൻ ജോഷുവ മാർ നിക്കോദിമോസിനെയാണ് സമൂഹ മാധ്യമത്തിലൂടെ വാഴക്കുന്നമച്ചൻ ഡാഷ് ചേർത്ത് അധിക്ഷേപിച്ചത്. മാത്യൂസ് വാഴക്കുന്നത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സന്യാസ ജീവിതത്തിലായാലും സാമൂഹിക ജീവിതത്തിലായാലും പ്രഥമൻ പിണറായി വിജയനും ദ്വിതീയൻ ഗോവിന്ദൻ മാഷുമാണ്. തൃതീയൻ മാത്രമാണ് കാത്തോലിക്ക ബാവ. ഭദ്രാസനവും ദേവലോകവും എല്ലാം ഇപ്പോൾ AKG സെൻ്ററാണ് വാഴക്കുന്നമച്ചന്. ഒരു സുന്നഹദോസിനും വാഴക്കുന്നത്തെ തൊടാൻ പറ്റില്ല. അച്ഛൻ കുപ്പായമിട്ടതിനടിയിൽ ധരിച്ചിരിക്കുന്നത് CPMൻ്റെ റെഡ് വോളണ്ടിയറുടെ വേഷമാണ്. പുരോഹിതനായാലും മൊല്ലാക്കയായാലും സന്യാസിയായാലും എന്തുകൊണ്ടാണ് CPMൽ ചെന്ന് കഴിയുമ്പോൾ ചട്ടമ്പികളായി മാറുന്നത്? സന്യാസത്തിൽ നിന്നും തോന്യാസത്തിലേക്കുള്ള ഒരക്ഷര വ്യതിയാനം പോലെ. വളരെ മാന്യനായിരുന്ന മാത്യൂസ് വാഴക്കുന്നത്തെ വിശ്വാസികൾ ഇപ്പോൾ വിളിക്കുന്നത് മരവാഴ എന്നാണ്. അച്ചടക്കത്തിൻ്റെ വേലി പൊളിച്ച് പുറത്തു ചാടാൻ ഏത് പുരോഹിതനെയും പ്രോത്സാഹിപ്പിക്കുന്നതാണ് CPMൻ്റെ കുതന്ത്രം. തുറന്ന വാതിൽ ഏത് വിശുദ്ധനെയും മോഹിപ്പിക്കുമെന്ന് പറയും പോലെ വിശാലമായ ഒരു മായിക ലോകം കാട്ടി പാർട്ടി വാഴക്കുന്നത്തെ മോഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചാടിക്കോ ചാടിക്കോ എന്നവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. വേലി ചാടുന്ന പശുവിന് കോലുകൊണ്ട് മരണമെന്ന് പറയും പോലെ ചാട്ടക്കാരുടെ അവസ്ഥയെല്ലാം പിന്നീടറിയാം. യേശുക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് പിണറായി വിജയനെ രക്ഷകനായി സ്വീകരിച്ച് പുറത്തു വരുന്ന വാഴക്കുന്നത്തെ പാർട്ടി ഇരു കൈയും നീട്ടി സ്വീകരിച്ച് ജില്ലാ കമ്മിറ്റിയിൽ എടുത്തെന്നിരിക്കും. പൂക്കാസ കാണിച്ചാണ് പാർട്ടി ഇത്തരം സാംസ്കാരിക വിപ്ലവകാരികളെ ആദ്യം പ്രലോഭിപ്പിക്കുന്നത്. സഭയുടെ ചുമതലകളിൽ നിന്നും ഒഴിവായ വാഴക്കുന്നത്തച്ഛൻ ഇനി മുതൽ ആ മുൻ ജഡ്ജിയെ പോലെ CPMൻ്റെ സൈബർ ചാവേറായി വർക്ക് ചെയ്യും. സഭാമക്കൾക്ക് നേരു പറഞ്ഞു കൊടുത്ത് നേർവഴിക്ക് നയിക്കേണ്ട ഒരു പുരോഹിതൻ ഒരു ഭദ്രാസനത്തിൻ്റെ അധിപനെ ഡാഷ് മോനെ എന്ന് വിളിച്ച് DYFIക്കാരൻ്റെ നിലവാരത്തിലേക്ക് താഴുകയായിരുന്നു. നിന്റെ കൽപ്പനയ്ക്ക് മറുപടി തരാൻ മനസ്സില്ലടാ നിക്കോദിമോസെ എന്ന് പറഞ്ഞ വാഴക്കുന്നം നാളെ ഏതെങ്കിലും CPM നേതാവിനോട് നിനക്ക് മറുപടി തരാൻ മനസ്സില്ലടാ എന്ന് പറഞ്ഞാൽ കഥ എന്താകും? വാഴക്കുന്നത്തിന് CPM ആകാമെങ്കിൽ മറ്റൊരച്ഛനായ ഷൈജു കുര്യന് BJPക്കാരനാകാൻ വല്ല തടസ്സവുമുണ്ടോ അച്ഛ? വിട്ടുപോയത് പൂരിപ്പിക്കാൻ അച്ഛന് ഒരവസരം കൂടി തരാം. ആ ഡാഷ് മോൻ ഒന്ന് പൂരിപ്പിച്ചുകൂടെ? സഭാമകനെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വാഴക്കുന്നം പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ പ്രശ്നങ്ങൾ. ആരെങ്കിലും ഒരു ഡാഷ് ഇട്ട് വിളിച്ചാൽ അവിടെ വേണ്ടാത്തതൊക്കെ തിരികെ കയറ്റുന്നതാണ് മലയാളികളുടെ പൊതുവെയുള്ളൊരു പ്രശ്നം. ചുരുക്കി പറഞ്ഞാൽ സന്യാസി ആയാലും പാതിരി ആയാലും പിണറായി വിജയൻ്റെ സേവകനാകാൻ തീരുമാനിച്ചാൽ പിന്നെ സംഭവിക്കുന്നത് അത്ഭുതകരമായ ജനിതക വ്യതിയാനങ്ങളാണ്. അച്ഛന് മാത്രമല്ല, മര്യാദയ്ക്ക് ഗീതാ ക്ലാസും നടത്തി ആധ്യാത്മിക പ്രഭാഷണങ്ങളും നടത്തി ജീവിച്ചു വന്നിരുന്ന സന്ദീപാനന്ദ ഗിരിയുടെ അവസ്ഥ കണ്ടില്ലേ? വിഷു കൈനീട്ടമായി 1 രൂപ ഗൂഗിൾ തെണ്ടൽ നടത്തി ഭിക്ഷാന്തേഹിയായി കഴിയുകയാണ് അദ്ദേഹം. കിണ്ടിയും മൊന്തയും വലിച്ച് ദൂരെ എറിഞ്ഞ് അരിവാളും വടിവാളും ആശ്രമത്തിൽ തൂക്കി. ഗൂഗിൾ ഭിക്ഷാടനം പരീക്ഷിച്ച് വിജയിച്ച ആദ്യത്തെ വിപ്ലവകാരിയായ സന്യാസിയാണ് സന്ദീപാനന്ദഗിരി. പേരിൽ ആനന്ദവും ഗിരിയും ഉണ്ടെങ്കിലും ശത്രുക്കൾ ഇപ്പോൾ ഷിബുസ്വാമി എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. ഇപ്പോൾ ഭഗവത്ഗീത കൈകൊണ്ട് തൊടില്ലെങ്കിലും പിണറായി സ്തോത്രങ്ങൾ ദിവസം 2 നേരം വീതം ഉരുവിട്ടുകൊണ്ടിരിക്കും. കാരസ്കരത്തിൻ ഗുരുവാണോ ഇതുപോലെയുള്ള ആധ്യാത്മിക ഗുരുക്കന്മാരാണോ ഭേദമെന്ന് ചോദിച്ചാൽ കാരസ്കരത്തിൻ്റെ ഗുരു തന്നെയാണ് മെച്ചം. നേരവും കാലവും നോക്കി നിറം മാറിയും സ്വഭാവം മാറിയും മനുഷ്യനെ പറ്റിക്കുകയില്ല എന്ന് സമാധാനിക്കാം. തേനിലിട്ടാലും പാലിലിട്ടാലും ഇത്തരം ആധ്യാത്മിക ഗുരുക്കന്മാരുടെ കയ്പ് മാറുകയില്ല.
കമ്മ്യൂണിസത്തിൻ്റെ അടിസ്ഥാന ഫിലോസഫിയാണ് ഭഗവത്ഗീതയിൽ പറയുന്നതെന്ന് ഷിബു സ്വാമി പറഞ്ഞത് കേട്ട് ആരാണ് ചിരിക്കാത്തത്? സന്യാസി എന്നാൽ ഉടമസ്ഥതയെ കൈവിട്ടവനാണത്രേ. അതുതന്നെയല്ലേ കമ്മ്യൂണിസം എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. പാവം പിണറായിയെ പോലെ എല്ലാ ഉടമസ്ഥതയും കൈവിട്ട സർവസംഘ പരിത്യാഗിയായ ഒരു സന്യാസി വിപ്ലവകാരി വേറെ എവിടെയുണ്ട്? ആരായാലും ആരാധിച്ചു പോകും. വാഴക്കുന്നത്തോട് ചോദിച്ചാൽ പിണറായി ക്രിസ്തുവാണെന്ന് പറഞ്ഞെന്നിരിക്കും. എടുക്കുന്ന പാത്രത്തിൻ്റെ ആകൃതി സ്വീകരിക്കുന്ന വെള്ളം പോലെ പിണറായി വിജയൻ അങ്ങനെ പലതാണ് പലർക്കും. ആരാധിപ്പിൻ. നന്ദി.